പ്രിവിയത്. നല്ല പച്ചമാങ്ങയുണ്ടോ? എങ്കിലും എടുത്തോ, നമുക്കൊരു സൂപ്പർ സാധനം ഉണ്ടാക്കാം. അരിയുന്ന കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിവിടെ മാങ്ങാച്ചാർ ഉണ്ടാക്കാൻ പോവാന്ന്. പക്ഷേ മാങ്ങാച്ചാറൊന്നുമല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. എന്താ ഉണ്ടാക്കുന്നതെന്നുള്ളത് വീഡിയോയുടെ അവസാനം ആകുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഗ്യാസ് ഓണാക്കി ഒരു പാത്രം വെക്കുക, എന്നിട്ട് അതിലോട്ട് മാറ്റണം. എന്നിട്ട് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യണം. ഓക്കെ, നമ്മളിപ്പോൾ ഇത്രയും മാങ്ങയ്ക്ക് ഏകദേശം ഒരു 3 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട്. പഞ്ചസാര എത്രയൊക്കെ വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് പഞ്ചസാര ആഡ് ചെയ്യുക. എന്നിട്ട് ഈ മാങ്ങയും പഞ്ചസാരയും എല്ലാം കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്ത് കുറേ നേരം അടുപ്പിൽ വെക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി മാങ്ങയും പഞ്ചസാരയും എല്ലാം കൂടെ മിക്സായിട്ട് നല്ല രീതിക്ക് വരുവേ. എന്നിട്ട് ഈ മാങ്ങ ഒരു ട്രാൻസ്പെറൻറ്റ് പരുവാകുമ്പോഴത്തേനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇത് തണുപ്പിക്കാനായിട്ട് റെസ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നല്ലതായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേന് നമുക്കൊരു കുപ്പിയിലോട്ട് മാറ്റി ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഏകദേശം ഒരാഴ്ച 1.5 ആഴ്ചയോളം ഇതിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പം ഇതിൽ നിന്ന് 1-2 ടീസ്പൂൺ എടുത്ത് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റണം. എന്നിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ്, അതും ഓപ്ഷനിലാണ്, ആവശ്യമുണ്ടെങ്കിൽ മതി. കുറച്ച് മിൽക്ക് മെയ്ഡും ആഡ് ചെയ്ത് ആവശ്യത്തിന് പാലും ആഡ് ചെയ്ത് നല്ലതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പോഴത്തേന് നല്ല സൂപ്പർ റീഫ്രഷിങ് ആയിട്ടുള്ള ഒരു ഷേക്കി പോലത്തെ പരുവത്തിൽ കിട്ടുന്ന ഒരു സംഭവം കിട്ടും. ഞാൻ പറയട്ടെ, ഇത് സൂപ്പർ സാധനം കേട്ടോ. നല്ല പുളിയും നല്ല മധുരവും ഒക്കെ ആയിട്ട് ഒരു റിഫ്രഷിങ് സംഭവം. എനിക്കിപ്പോൾ ചായയും കാപ്പിയൊന്നും അധികം ഇഷ്ടമല്ല. അപ്പം ഞാനിപ്പം ഇങ്ങനത്തെ പരുവത്തിലുള്ള സാധനങ്ങളൊക്കെ കുടിക്കാറുണ്ട്. അപ്പം നല്ല റിഫ്രഷിങ് സംഭവമാണ്. നിങ്ങളുടെ വീട്ടിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ, താങ്ക് യു.